സമ്മാനങ്ങൾ ലഭിക്കുന്നതിന് മുൻപ് നമ്മൾ എല്ലാവർക്കും ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ? സമ്മാനങ്ങൾ ലഭിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ഗിഫ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആരാണ് യഥാർത്ഥത്തിൽ ഗിഫ്റ്റ് ആഗ്രഹിക്കാത്തത്? പലപ്പോഴും രണ്ടുപേർക്കിടയിലുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതാണ് നമ്മൾ നൽകുന്ന സമ്മാനങ്ങൾ. അത് സൗഹൃദമാണെങ്കിലും പ്രണയമാണെങ്കിലും. എന്നാൽ എല്ലാ ബന്ധങ്ങളും എല്ലാ കാലത്തേക്കും നിലനിൽക്കണമെന്നില്ല. പലപ്പോഴും പ്രണയത്തിലൊക്കെ ആളുകൾ ദേഷ്യത്തോടെയും പകയോടെയും ഒക്കെയാണ് പരസ്പരം പിരിയുന്നത്. കൊല്ലാനുള്ള ദേഷ്യമുണ്ടാവും പ്രണയം പൊളിഞ്ഞു പോകുമ്പോൾ, സ്നേഹം പൊളിഞ്ഞു പോകുമ്പോൾ. അത്തരം സന്ദർഭങ്ങളിൽ ചില ബാലിശമായ ആവശ്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് വയ്ക്കും. ഞാൻ തന്ന എല്ലാ സമ്മാനങ്ങളും നീ എനിക്ക് തിരിച്ചു തരണം കേട്ടോ എന്നതായിരിക്കും അതിലൊന്ന്. എന്നാൽ അങ്ങനെ പ്രണയത്തോടെ പരസ്പരം കൈമാറിയെല്ലാം തിരിച്ചു നൽകിയാൽ നമ്മുടെ ഓർമ്മകൾ ഇല്ലാതാക്കാൻ പറ്റും. നമ്മൾ കൊടുത്ത ഗിഫ്റ്റിലാണോ നമ്മളുടെ ഓർമ്മ ഇരിക്കുന്നത്? ആ ഗിഫ്റ്റ് വാങ്ങിയാൽ ആ ഓർമ്മ തിരികെ വാങ്ങാൻ നിങ്ങൾക്ക് പറ്റൂ. ആ വസ്തു മാത്രമേ നമ്മൾ തിരിച്ചു നൽകുന്നുള്ളൂ. പ്രണയമില്ലാതായെങ്കിലും ആ സമ്മാനം ലഭിച്ച നിമിഷം നമ്മുടെ മനസ്സിലുണ്ടാവും. ഒരിക്കലും നമുക്കത് തിരിച്ചെടുക്കാൻ കഴിയില്ല. കവി വീരാൻകുട്ടിയുടെ ഒരു കവിതയുണ്ട്. പിരിയുമ്പോൾ പരസ്പരം കൈമാറിയ വിളക്കുകൾ നിന്റേത് എൻ്റേത് എന്ന് വേർതിരിക്കാൻ എളുപ്പമാണ്. എന്നാൽ പരസ്പരം കലർന്നുപോയ അതിൻ്റെ വെളിച്ചം എങ്ങനെ വേർതിരിക്കും? പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? സ്നേഹത്തിലുണ്ടായിരുന്ന കാലത്തെ ഓർമ്മകൾ നിങ്ങൾ എത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഇല്ലാതാവില്ല കേട്ടോ. അങ്ങനെ മടക്കി നൽകേണ്ടതാണോ എല്ലാ സമ്മാനങ്ങളും എന്നതാണ് ചോദ്യം. പിൽക്കാലത്ത് എന്ത് സംഭവിച്ചാലും ഒരു കാലത്ത് നമ്മൾ ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും മറ്റൊരാൾക്ക് നൽകിയ സമ്മാനം ആ കാലത്തിൻ്റെ ഓർമ്മ കൂടിയാണ്. അത് തിരിച്ചു നൽകുന്നതിലൂടെ ആ കാലത്തെ നമുക്ക് മായ്ച്ചു കളയാൻ സാധിക്കില്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. പിണങ്ങിക്കോളൂ, പക്ഷേ സമ്മാനങ്ങൾ തിരിച്ചു വേണമെന്ന് മാത്രം നിങ്ങൾ വാശി പിടിക്കരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഓർമ്മകളെ മായ്ച്ചു വയ്ക്കാൻ കഴിയില്ല. ആ സമ്മാനം കൊടുത്ത വെളിച്ചത്തെ നിങ്ങൾക്കൊരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല.